പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കുകയാണ് ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ എന്തൊക്കെ തീരുമാനങ്ങൾ നടപ്പാക്കി? ഭീകരാക്രമണത്തിന് ശേഷം ഉടനടി ഇന്ത്യ എടുത്ത നടപടികൾ എന്തൊക്കെയെന്ന് നമുക്ക് വേഗത്തിൽ ഒന്ന് വിശദീകരിക്കാം. അതിലേറ്റവും പ്രധാനം തീർച്ചയായും വിലക്കുകൾ ഏർപ്പെടുത്തുക എന്നത് തന്നെയായിരുന്നു. ആദ്യം പാകിസ്ഥാനെ നമ്മൾ സൈനികമായിട്ട് ആഞ്ഞടിക്കുകയല്ല, മറ്റ് പലതരത്തിലും അവരുടെ സ്വാതന്ത്ര്യത്തെ കൃത്യമായി വരിഞ്ഞു മുറുക്കാനുള്ള നടപടികൾ. അതിലൊന്ന് പാക് പൗരന്മാർ രാജ്യം വിടണമെന്ന നിർദ്ദേശം. പാക് പൗരന്മാർക്ക് രാജ്യം വിടണമെന്നുള്ള നിർദ്ദേശം നൽകുന്നു. അറ്റാഷമാരെ പുറത്താക്കുന്നു. അതായത് വളരെ പെട്ടെന്ന് തന്നെ അറ്റാഷമാരോട് ഇവിടെ നിന്ന് പോകണമെന്നുള്ള ആവശ്യപ്പെടുകയാണ്. ഒപ്പം തന്നെ നയതന്ത്ര തലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ എണ്ണം വെട്ടിച്ചുരുക്കുന്ന രീതിയിലേക്കുള്ള നടപടി ഇന്ത്യ സ്വീകരിക്കുകയാണ്. ഹൈക്കമ്മീഷനുകളിലെ അംഗബലം കുറയ്ക്കുന്നു. ഇതേ നടപടിയാണ് ഇപ്പൊ നമ്മൾ സ്വീകരിച്ച അതേ നടപടികൾ തുടർച്ചയെന്നോണം പാകിസ്ഥാനും ഇതേ രീതിയിൽ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറയ്ക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇതിനോടനുബന്ധിച്ച് ആദ്യഘട്ടത്തിൽ പാക് പൗരന്മാർ രാജ്യം വിടണം, അത് കൃത്യമായ സമയപരിധി വെച്ചിരുന്നു. പിന്നീട് നയതന്ത്ര തലത്തിൽ അതായത് ഈ ഉദ്യോഗസ്ഥ തലത്തിൽ വെട്ടിക്കുറയ്ക്കലുകൾ വരുത്തുന്നു. പിന്നീടാണ് മറ്റ് ഡിപ്ലോമാറ്റിക് തലത്തിൽ ഏതൊക്കെ രീതിയിലാണ് പാകിസ്ഥാനെ നമുക്ക് അതിലേറ്റവും പ്രധാനമായിരുന്നു ഇന്ത്യ എടുത്ത തീരുമാനം സിന്ധു നദീജല കരാർ. ഇതിലാണ് പാകിസ്ഥാൻ ഇങ്ങനെ കരാർ മരവിപ്പിക്കുകയാണെങ്കിൽ സിന്ധുവിലൂടെ ഇന്ത്യക്കാരുടെ രക്തമൊഴുകുമെന്നുൾപ്പെടെയുള്ള പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള അതിപ്രകോപനപരമായിട്ടുള്ള പ്രതികരണമൊക്കെ ഉണ്ടാവുന്നത് നമ്മൾ കേട്ടു. പക്ഷേ ഇന്ത്യ ആ തീരുമാനം പാകിസ്ഥാനെ ഒരു ദിവസം അറിയിച്ചു, പിറ്റേ ദിവസം കൃത്യമായിട്ട് അറിയിക്കുകയാണ് ഞങ്ങൾ ഇതാ ഈ കരാർ മരവിപ്പിക്കുന്നു എന്ന്. ഒപ്പം തന്നെ അട്ടാരി അതിർത്തി അടയ്ക്കുന്ന രീതിയിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുന്നു. പിന്നീട് ഈ അട്ടാരി അതിർത്തി അടച്ചതോടുകൂടി പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാനുള്ളവരുടെ ഒരു വരവ് ഏകദേശം ഒരു പ്രതിസന്ധിയിലാകുന്ന ഘട്ടമുണ്ടായി. ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പിന്നീട് അത് ചില ചർച്ചകളിലൂടെ അത് തീരുമാനിക്കുകയാണ്. പിന്നെ നമുക്കറിയാം വാഗ അതിർത്തിയിലെ ബീറ്റിംഗ് ദ റിട്രീറ്റ്സ് എന്ന എന്താ പറയുക വിഖ്യാതമായ ഒരു സൈനിക പരിപാടിയാണ്. അത് അതിന്റെ രീതികൾ കുറച്ചു, വളരെ ഒരു പേരിന് മാത്രം ആ ചടങ്ങ് നടത്തുന്ന രീതിയാണ്. പിന്നെയാണ് സോഷ്യൽ മീഡിയയിലെ പൂട്ട് വരുന്നത്. സോഷ്യൽ മീഡിയയിലെ പൂട്ടെന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലും ഇന്നലെ ഷബാസ് ഷെരീഫിന്റെ യൂട്യൂബ് ചാനൽ വരെ ഇവിടെ ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുകയാണ്. അങ്ങനെ പലതരത്തിലുള്ള പാക് താരങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യക്കെതിരായി ഭീകരാക്രമണത്തെ സ്വാധീനിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോസ്റ്റ് ഇടുന്ന എല്ലാ അക്കൗണ്ടുകൾക്കും ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കൊക്കെ ഇന്ത്യയിൽ വിലക്ക് ഏർപ്പെടുത്തുന്ന നടപടി ഇന്ത്യ സ്വീകരിക്കുക. അതിലൊരു പ്രധാന കാര്യം അക്ഷയ, നമ്മളുടെ ഇപ്പോൾ ഇന്ത്യയിലെ ക്രിക്കറ്റ് താരങ്ങളാകട്ടെ സിനിമാ താരങ്ങൾ ഇവരാരും പാകിസ്ഥാൻ ഈ ഭീകരാക്രമണത്തെ അപലപിച്ച കാര്യങ്ങളിട്ടു പാകിസ്ഥാൻ എന്ന രാജ്യത്തെ പരിഹസിക്കുന്ന തരത്തിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായില്ല. പക്ഷേ പാകിസ്ഥാനിൽ നിന്നുണ്ടായത് അങ്ങനെയല്ലായിരുന്നു. നമുക്കറിയാം ഷഹീദ് അഫ്രീദി അടക്കമുള്ളവർ അഭിനന്ദന വർത്തമാന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് പരിഹസിക്കുന്ന തരത്തിലുള്ള ഒരുപാട് പോസ്റ്റുകൾ നിരന്തരം ഇട്ടു. ഇവിടെ ഇന്ത്യയുടെ സഹായത്തോടു കൂടി തന്നെ ക്രിക്കറ്റിൽ വലിയ തലങ്ങൾ നേടിയിട്ടുള്ള ആളുകളാണ്. പക്ഷേ അതിനുള്ള മറുപടി നമ്മുടെ തന്നെ പല ശിഖർ ധവാൻ അടക്കമുള്ള താരങ്ങൾ നൽകുകയും ചെയ്തു. മറ്റൊന്ന് നമ്മൾ കണ്ടത് എല്ലാ തരത്തിലും നിരോധനം ഏർപ്പെടുത്തുകയാണ്. വ്യോമപാതയിൽ നിരോധനം ഏർപ്പെടുത്തുന്നു. ആ വ്യോമപാത ഇനി വേണ്ടെന്നങ്ങ് തീരുമാനിക്കുകയാണ്. അങ്ങനെ നിരോധനം ഏർപ്പെടുത്തുന്നു. വ്യോമപാതയിലുള്ള നിരോധനം അവിടെ തീരുന്നില്ല. പിന്നീടാണ് നമ്മൾ ഈ കപ്പൽ യാത്രാമാർഗമുള്ള എല്ലാ തരത്തിലുള്ള നടപടികളും നിർത്താൻ ഇന്ത്യ തീരുമാനിക്കുകയാണ്. പാക് ഇറക്കുമതിക്ക് നിരോധനം ഏർപ്പെടുത്തുന്നു. വാണിജ്യ മേഖലയിൽ അത് പാകിസ്ഥാനിൽ നിന്ന് ഒരുപാട് കാർഷിക വിളകൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അഫ്ഗാനിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ വഴി റോഡ് മാർഗം എത്തുന്നുണ്ട്. അതിനെല്ലാം വിലക്ക് ഏർപ്പെടുത്തിയതോടുകൂടി സ്വാഭാവികമായിട്ട് ഇറാനിലെ തുറമുഖം വഴിയായിരിക്കും ഇന്ത്യയിലേക്ക് ചരക്ക് നീക്കം നടക്കുക. പക്ഷെ ഇതിന്റെ പ്രധാന കാരണം പാകിസ്ഥാൻ അല്ലെങ്കിൽ സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായ അവസ്ഥയാണ്. അവിടുത്തെ ആളുകളുടെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ ദുർബലമാകുമെന്നതാണ് ഇതിന്റെ മറ്റൊരു തീരുമാനത്തിന്റെ. പോസ്റ്റൽ സർവീസ് നിരോധിക്കുന്നു. അങ്ങനെ എല്ലാ തലത്തിലുമുള്ള നിരോധനം ഏർപ്പെടുത്തുകയാണ്. സ്വാഭാവികമായിട്ടും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ നഷ്ടമാണ്. സാമ്പത്തികമായി പാകിസ്ഥാൻ ഒരുപക്ഷെ ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന 5 രാജ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ പാകിസ്ഥാനുണ്ട്.